എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ പ്രസിദ്ധമായ വെള്ളന്നൂർ കോട്ടോൽക്കാവ് ഉത്സവത്തിനാണ്. പൂരങ്ങളുടെ നാടായ മലബാറിലെ മനോഹരമായ ഉത്സവ കാഴ്ചയാണിത്. പിന്നെ ഈ രാത്രിയിലെ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന ഈ ക്ഷേത്രവും പൂരപ്പറമ്പിലെ ആവേശം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. നമുക്ക് ഈ പൂരത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. കോട്ടോൽക്കാവിൽ അമ്മയുടെ അനുഗ്രഹം തേടിയെത്തുന്ന ഭക്തജനങ്ങളുടെ തിരക്കാണ് ഈ റോഡിൽ കാണുന്നത്. കേട്ടുവരുന്നത് കോട്ടോൽക്കാവിലെ ആവേശകരമായ മേളയാണ്. പൂരപ്രേമികൾക്ക് ഇതൊരു ഉത്സവമാണ്. പിന്നെ കൊട്ടിക്കയറുന്ന മേളത്തിനൊപ്പം താളം പിടിക്കുന്ന നൂറുകണക്കിന് ആളുകളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ദൂരദേശങ്ങളിൽ നിന്നുപോലും ഒട്ടനവധി ആളുകളാണ് ഈ ഒരു പുണ്യ നിമിഷത്തിന് സാക്ഷിയാവാൻ എത്തിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കോട്ടോൽക്കാവ് ഭഗവതിയുടെ തിരുമുറ്റത്തേക്ക് കടക്കുകയാണ്. അങ്ങനെ കുറച്ചും കൂടെ നടന്നാൽ തിരുമുറ്റത്ത് ആ LED ലൈറ്റ് തീർത്ത ശിവന്റെയും പാർവതിയുടെയും ഗണപതിയുടെയും രൂപം കാണുന്ന പ്രത്യേക ഒരു ഭംഗിയുണ്ട്. സുഹൃത്തുക്കളെ, ഇതാണ് കോട്ടോൽക്കാവ് ക്ഷേത്രം. പൂരത്തിന്റെ പ്രധാന ചടങ്ങുകളെല്ലാം നടക്കുന്നത് ഇവിടെയാണ്. ഇവിടുത്തെ ഒരു തിക്കും തിരക്കും ആവേശവുമെല്ലാം നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. പിന്നെ ഈ ക്ഷേത്രത്തിലെ ദീപാലങ്കാരങ്ങൾ നോക്കൂ. ഓരോ വിളക്കിനും പറയാൻ ഓരോ കഥകളുണ്ടാവും. പിന്നെ ഇവിടെ ഭക്തിയും വിശ്വാസവും ഒത്തുചേർന്ന നിമിഷങ്ങൾ ഇവിടെ വാക്കുകൾക്കും അപ്പുറമാണ്. നമ്മുടെ നാടിൻ്റെ സംസ്കാരവും ഒത്തൊരുമയും വിളിച്ചോതുന്ന ഒന്നാണ് ഇത്തരം ഉത്സവങ്ങൾ. ഈ മേളത്തിൻ്റെ ആവേശം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാനൊന്ന് മാറി നിൽക്കാം. നിങ്ങളൊന്ന് ആസ്വദിക്കും. ത്തിൻ്റെ പ്രധാന ആകർഷണമായ ചെണ്ടമേളം തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെയുള്ള ആളുകളെല്ലാം ഈ താളത്തിനൊപ്പം ആവേശത്തിലാണ്. നമുക്കിനി ഈ മേളത്തിൻ്റെ ബാക്കി ഭാഗം ഒന്ന് ആസ്വദിക്കാം. പൂരപ്പറമ്പിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഇനി അമ്പല പറമ്പിൻ്റെ താഴെ ഭാഗത്തേക്ക് ഇറങ്ങുകയാണ്. നല്ല തിരക്കാണ് താഴോട്ട് ഇറങ്ങുമ്പോൾ. പൂരമെന്ന് പറഞ്ഞ മേള മാത്രമല്ല, ഈ നിരനിരയായുള്ള കടകളും ഈ മിഠായി തെരുവുകളും കടകളും ഒക്കെ പൂരത്തിൻ്റെ വലിയൊരു ഭാഗമാണ്. റോഡിൻ്റെ ഇരുവശവും നിറയെ കളിപ്പാട്ടങ്ങളും പല നിറത്തിലുള്ള മിഠായികളും കാണാം. മനസ്സിന് പഴയൊരു നൊസ്റ്റാൾജിയ ഉണർത്തുന്നൊരു കാഴ്ചയാണ് ഇതെല്ലാം കാണുമ്പോൾ. റോഡിൻ്റെ ഇരുവശവും നിറയെ കളിപ്പാട്ടങ്ങളും പല വർണ്ണത്തിലുള്ള മിഠായികളുമാണ് ഇവിടെ കാണുന്നത്. ഇതെല്ലാം പഴയൊരു നൊസ്റ്റാൾജിയ ഉണർത്തുന്നു.
കുട്ടികളുടെ ആവേശവും ഈ കടയിലെ തിരക്കും കാണുമ്പോൾ നമ്മളറിയാതെ ആ ഒരു പഴയ പൂരക്കാലത്തേക്ക് നമ്മളൊന്ന് പോയി വരും. ഇത്രയുമാണ് കോട്ടൂർക്കാവ് പൂര വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.